മക്കളുടെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് കേട്ടോ. വൈകിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാത്രിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാളിക്കോടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സിനിമ തിയേറ്ററിൽ എത്തി, ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. ദിലീപ് മോഹൻലാൽ കോമ്പൗണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാട്ടോ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അവിടെ ആ ഒരു കോംബോ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോപ്കോണും ചായയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കൊണ്ട് പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ ബാക്കി പടം കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ ജ്യൂസ് വേണമെന്നിട്ട് പിന്നെ ഓടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സെക്കൻഡ് ഹാഫിലാണ് മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ വരുന്നത്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു. സിനിമ എങ്ങനെയുണ്ട് ചോദിക്കണവരോട് തിയേറ്ററിൽ പോയിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ എന്നാണ് എനിക്ക് പറയാനുള്ള മറുപടി കേട്ടോ.